ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2025 ജൂൺ മാസം 15-ാം തീയതി ഞായറാഴ്ച മുതൽ 21-ാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരഫലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത്. ഈ വാരം സൂര്യൻ മിഥുനം രാശിയിൽ മകയിരം ഞാറ്റുവേലയിലും ചന്ദ്രൻ കൃഷ്ണപക്ഷ ചതുർത്ഥി മുതൽ ഏകാദശി വരെ തിരുവോണം മുതൽ അശ്വതി വരെയുള്ള നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. മിഥുനം രാശിയിൽ വ്യാഴം തിരുവാതിര നക്ഷത്രത്തിലും ബുധൻ തിരുവാതിര പുണർദം നക്ഷത്രങ്ങളിലും സഞ്ചരിക്കുന്നു. ചൊവ്വ ചിങ്ങൻ രാശിയിൽ മകം നക്ഷത്രത്തിലും മീനൻ രാശിയിൽ ശനി ഉത്രട്ടാതിയിലും ശുക്രൻ മേടൻ രാശിയിൽ ഭരണി നക്ഷത്രത്തിലും രാഹു കുംഭത്തിൽ പൂരൂരുട്ടാതിയിലും കേതു ചിങ്ങത്തിൽ ഉത്രം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്നു. ഗ്രഹങ്ങളുടെ ഈ ഭാവപകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ്ണ ഫലം ഇവിടെ വിലയിരുത്തുന്നു. ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അനുകൂലമാണ്. ഇഷ്ടവ്യക്തികളെ കാണുവാനും മനസ്സ് പങ്കുവയ്ക്കുവാനും സാധിക്കും. ഉദ്യോഗസ്ഥർക്ക് തടസ്സങ്ങൾ ഉണ്ടാകില്ല. അഥവാ ഉണ്ടായാലും ലാഘവത്തോടെ പരിഹരിക്കുവാൻ കഴിയുന്നതാണ്. സമ്മർദ്ദം കൂടാതെ തീരുമാനമെടുക്കുവാനും നടപ്പിലാക്കുവാനും സാധിക്കും. നിക്ഷേപങ്ങൾ, ചിട്ടി, ഭാഗ്യക്കുറി, ഇൻഷുറൻസ് മേഖലകളിലൂടെ ധനലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ഗാർഹികമായി സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്. എന്നാൽ ആലോചനാശൂന്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതയും ഉണ്ട്. സഹപ്രവർത്തകർ ചെയ്ത അബദ്ധങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായും വന്നേക്കാം. ശനിയാഴ്ച ജന്മനക്ഷത്രത്തിൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നതിനാൽ ഫലം സമ്മിശ്രമായിരിക്കും. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രാധിപനായ ശുക്രൻ ജന്മരാശിയിലും ജന്മനക്ഷത്രത്തിലും സഞ്ചരിക്കുന്നതിനാൽ ഭൗതികമായി നേട്ടങ്ങൾ ഉണ്ടാകും. ഭോഗസുഖം ലഭിക്കും. സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ മനസ്സിന് സന്തോഷം പകരുന്ന ഒത്തുചേരലുകൾ ഉണ്ടാകും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. ആഴ്ച പകുതി വരെയുള്ള ദിവസങ്ങളിൽ ചന്ദ്രൻ അനുകൂല ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ സാമ്പത്തികമായി വളരെ പ്രയോജനം ചെയ്യും. ശാരീരിക സുഖവും മനസ്സുഖവും അനുഭവപ്പെടും. നടക്കില്ലെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലും സഫലമാകുന്നതാണ്. തൊഴിൽ രംഗത്ത് ഉണർവും ഉയർച്ചയും ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കും. ആഴ്ച രണ്ടാം പകുതിയിൽ അലച്ചിലിനും പണച്ചെലവിനും സാധ്യതയുണ്ട്. മാനസിക പിരിമുറുക്കം അനുഭവപ്പെട്ടേക്കാം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് കാര്യസാധ്യം സുഗമമാകുന്നതാണ്. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാകും. മേലധികാരികളുടെ അനാവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നതല്ല. ഉത്തരവാദിത്തങ്ങൾ സമയബന്ധിതമായി നിർവഹിക്കുന്നതാണ്. ധനക്ലേശം അനുഭവപ്പെടുന്നതല്ല. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. വ്യാപാരികൾക്കും വ്യവസായികൾക്കും വിപണിയിൽ മേൽക്കൈ നേടാനാകും. മേടക്കൂറുകാർക്ക് ആഴ്ച പകുതി ലഘുപ്രയത്നത്താൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. ആഴ്ച രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിരിക്കും. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വലിയ തടസ്സം കൂടാതെ തന്നെ ഇഷ്ടപ്പെട്ട ഫലങ്ങൾ കൈവരുന്നതാണ്. നക്ഷത്രാധിപനായ ചന്ദ്രൻ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ തനിച്ചും ചൊവ്വ ബുധൻ ദിവസങ്ങളിൽ രാഹുവിനോടൊപ്പവും വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ശനിക്കൊപ്പവും ശനിയാഴ്ച മുതൽ ശുക്രനോടൊപ്പം സഞ്ചരിക്കുന്നു. നേരായ വഴികളിലൂടെയും അല്ലാതെയും ധനം വന്നു ചേരുന്നതാണ്. ജീവിതത്തിൻ്റെ സ്വാഭാവികമായ പ്രയാണം
അഭംഗുരം തുടരുന്നതാണ്. ഭോഗസുഖവും വിനോദവും ആവശ്യത്തിന് വിശ്രമവും ലഭിക്കും. കലാപരമായ സിദ്ധികൾ പരിപോഷിപ്പിക്കുവാൻ അവസരം സംജാതമാകും. സംഘടനകളിൽ സ്വാധീനം വർദ്ധിക്കുന്നതാണ്. ചൂതുകളിയിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇടവക്കൂറുകാർക്ക് ഗുണാധിക്യമുള്ള വാരമാണ്. സമസ്ത മേഖലകളിലും സ്വസ്ഥത അനുഭവപ്പെടും. കർമ്മമേഖലയിൽ കൃത്യനിർവഹണം പ്രശംസിക്കപ്പെടും. സമയനിഷ്ഠ പാലിക്കുവാൻ കഴിയുന്നതാണ്. വ്യാപാരികൾക്ക് ആദായം വർദ്ധിക്കും. കുടുംബത്തിലെ അനൈക്യത്തിന് പരിഹാരമാകും. വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ പുരോഗതി ഉണ്ടാകും. ഊഹക്കച്ചവടം, ചിട്ടി, ലോട്ടറി ഇവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ്. മിഥുനക്കൂറുകാർക്ക് അല്പം മേന്മ കുറയുന്നതാണ്. പുതിയ കാര്യങ്ങൾ തുടങ്ങുന്നതിന് ആയേക്കും. പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതാണ്. പ്രണയികൾക്ക് ആഹ്ലാദിക്കാൻ ആകും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യ ദിവസങ്ങൾക്ക് മേന്മ കുറയുന്നതാണ്. കാര്യതടസ്സം അനുഭവപ്പെടും. തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള സാധ്യതയുണ്ട്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. ആഴ്ച പകുതിയോടെ കാര്യങ്ങൾ വരുതിയിൽ ആകുന്നതാണ്. കർമ്മരംഗത്ത് സംതൃപ്തി കൈവരിക്കുവാൻ കഴിയും. ബിസിനസ് രംഗം ഉന്മേഷഭരിതമാകും. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചനയുണ്ടാകും. പിണങ്ങിയ സുഹൃത്തുക്കളുമായി ഇണക്കത്തിലാകും. പ്രണയകാര്യത്തിൽ സന്തോഷം ഭവിക്കും. പാരിതോഷികങ്ങൾ ലഭിക്കാൻ ഇടയുണ്ട്. ശുഭവാർത്തകൾ കേൾക്കുന്നതാണ്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സങ്കീർണമായ വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. അനുഭവജ്ഞാനം കൊണ്ട് അവ ലഘൂകരിക്കുവാൻ കഴിയുന്നതുമാണ്. ആത്മധൈര്യം പ്രശംസിക്കപ്പെടും. പരിഭവങ്ങൾ പറഞ്ഞു തീർക്കുവാൻ കഴിയും. വിരോധം മനസ്സിൽ അടിഞ്ഞുകൂടുവാൻ അനുവദിക്കില്ല. ചില ദിവസങ്ങളിൽ ഔദ്യോഗികവും വ്യക്തിപരമായ അലച്ചിലുണ്ടാകും. ധനവരവ് മോശമാകില്ല. ന്യായമായ ആവശ്യങ്ങൾ കൈയയച്ച് നടത്തുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിച്ച കോഴ്സിന് ചേരുന്നതിനുള്ള അറിയിപ്പ് ലഭിക്കും. വസ്തു വിൽപ്പന സംബന്ധിച്ച ആശങ്കകൾ അകലും. റിയൽ എസ്റ്റേറ്റ് മേഖല ലാഭകരമാകും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 12-ൽ വ്യാഴവും ബുധനും 2-ൽ ചൊവ്വായും കേതുവും സഞ്ചരിക്കുന്നതിനാൽ പലവിധ സമ്മർദ്ദങ്ങളെ നേരിടേണ്ടി വരും. തിടുക്കം ഒഴിവാക്കി കാര്യങ്ങൾ ശ്രദ്ധയോടെ ചെയ്യുന്നതാകും ഉചിതം. വാക്കുകൾ അറിയാതെ പരുഷമായി പോകും. ധനവരവ് പ്രതീക്ഷിച്ചതുപോലെ ആവണമെന്നില്ല. കുടുംബാംഗങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ വിഷമിക്കുന്നതാണ്. പിടിച്ചു നിൽക്കുവാനും ജീവിതത്തെ സ്നേഹിക്കുവാനും പ്രേരിപ്പിക്കുന്ന സുഖങ്ങൾക്ക് കുറവുണ്ടാകില്ല. വാക്കുകൾക്ക് കാതോർക്കാൻ പലരും ഉണ്ടാകും. സുഖഭക്ഷണയോഗം ഉണ്ടാകും. ഭോഗാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. വിനോദത്തിനും വിശ്രമത്തിനും അവസരം ലഭിക്കും. എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പങ്കുവയ്ക്കുന്നത് ദോഷമായി തീർന്നേക്കാം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ കരുതൽ വേണ്ട സമയമാണ്. മനസ്സും ബുദ്ധിയും ഉണർന്ന് പ്രവർത്തിക്കണം. അശ്രദ്ധയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. ധനസ്ഥാനത്തും വ്യയസ്ഥാനത്തും ഉള്ള ഗ്രഹങ്ങൾ സാമ്പത്തികമായ പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടാൻ സാധ്യതയുണ്ട്. കർമ്മമേഖലയിൽ നിലനിൽപ്പിന് കഠിനാധ്വാനം വേണ്ടി വരുന്നതാണ്. വലിയ മുതൽ മുടക്കിന് ഇപ്പോൾ അനുകൂല സമയമല്ല. അമിതമായി ആരെയും വിശ്വസിക്കരുത്. ശാരീരികവും മാനസികമായ ആരോഗ്യത്തിൽ ശ്രദ്ധയുണ്ടാവണം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യനാടിനെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം പൊതുവെ അത്ര മോശമാകില്ല. ഭാവി സംബന്ധിച്ച ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കുന്നതാണ്. ഔദ്യോഗികമായോ വ്യക്തിപരമായോ ആയി യാത്രകൾ വേണ്ടിവരുന്നതാണ്. സുഹൃത്ത് സംഗമത്തിൽ പങ്കെടുക്കും. ബിസിനസ്സിൽ കൂടുതൽ മുതൽ മുടക്കുന്നതിന് നന്നായി ആലോചിച്ചിട്ടാവണം.
സാമ്പത്തികമായി തെറ്റുപറ്റുവാൻ സാധ്യതയുണ്ട്. പണയ വസ്തുക്കളുടെ വായ്പാ തിരിച്ചടവ് വൈകുന്നതാണ്. ജന്മരാശിയിലെ ചൊവ്വായും കേതുവും അനാവശ്യ ക്ഷോഭങ്ങൾ സൃഷ്ടിക്കും. ധനവരവ് അത്ര മോശമാകില്ല എങ്കിലും അമിത ചെലവുകളും ഉണ്ടാകും. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സ്വസ്ഥതയും അസ്വസ്ഥതയും മാറിയും മറിഞ്ഞും അനുഭവപ്പെടും. ബന്ധുസമാഗമം സന്തോഷം പകരും. ധനവരവ് തൃപ്തികരമായിരിക്കും. എന്നാൽ അവിചാരിതമായ ചെലവുകളും വന്നു ചേരുന്നതാണ്. മേലധികാരികളുടെ പ്രീതി നേടും. സഹപ്രവർത്തകരുടെ പിന്തുണ കുറയുന്നതായി അനുഭവപ്പെടുന്നതാണ്. ഗൃഹത്തിനോ വാഹനത്തിനോ ചെറിയ തോതിൽ അറ്റകുറ്റപ്പണി വേണ്ടി വരുന്നതാണ്. വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതലുണ്ടാവണം. മുന്നിൽ ഉത്രം നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന കേതുവും പിന്നിൽ മകൻ നക്ഷത്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വായും അക്ഷരാർത്ഥത്തിൽ ചെകുത്താനും കടലിനും ഇടയിൽ അകപ്പെട്ട സ്ഥിതിയിൽ കൊണ്ട് ചാടിക്കും. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇഷ്ടവസ്തുക്കൾ വാങ്ങാൻ ചെലവുണ്ടാകും. ഭൗതികമായും സാമ്പത്തികമായും നേട്ടമുണ്ടാകും. വേണ്ടപ്പെട്ടവരെ കാണുന്നതിനും അവരുമായി ആഹ്ലാദം പങ്കിടുന്നതിനും സന്ദർഭം വന്നെത്തും. വിദേശത്തുള്ള സന്താനങ്ങളുടെ ധനം വന്നു ചേരുന്നതാണ്. ജോലിസ്ഥലത്ത് പൂർണ്ണ തൃപ്തിയുണ്ടാകും. അമിതമായ ആത്മവിശ്വാസം ഗുണം ചെയ്യില്ല. കേതു ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മാനസിക ശാരീരിക ക്ലേശങ്ങൾ അനുഭവപ്പെട്ടേക്കും. ദുസ്സാഹസങ്ങൾക്ക് മുതിരരുത്. കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് അവസരം അനുകൂലമാണ്. പ്രണയികൾക്ക് ഹൃദയബന്ധം ദൃഢമാകുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പുതിയ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനുള്ള അറിയിപ്പ് ലഭിക്കും. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണത്തിൽ ശുഷ്കാന്തി ഉണ്ടാകും. ആസൂത്രണ മികവിന് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കും. ഒപ്പമുള്ളവരുടെ സഹകരണം കുറയുന്നതായി തോന്നും. വായ്പകളുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല. സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധയുണ്ടാകണം. 12-ൽ ചൊവ്വായും കേതുവും സഞ്ചരിക്കുകയാൽ പാഴ്ചെലവുകൾ വന്നേക്കും. ഉപാസനകൾക്ക് ഭംഗം വരില്ല. ദൈവിക സമർപ്പണങ്ങൾക്ക് സമയം കണ്ടെത്തുന്നതാണ്. പുതിയ കാര്യങ്ങൾ പഠിച്ചറിയാൻ താൽപ്പര്യം ഉണ്ടാകും. കുടുംബകാര്യങ്ങളിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ സ്വീകാര്യമാകും. ആഴ്ച ആദ്യ ദിവസങ്ങൾ കൂടുതൽ ഗുണകരമാകും. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തുലാക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുതൽ ലഭിക്കും. സംഘടനകളിൽ നേതൃപദവി ലഭിക്കുന്നതാണ്. മത്സരങ്ങളിൽ വിജയിക്കും. പ്രതീക്ഷിച്ച മേഖലകളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ലഭിക്കുന്നതാണ്. സുഖഭക്ഷണ യോഗവും ന്യായമായ വിശ്രമവും ലഭിക്കും. കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഭംഗിയായി നിറവേറ്റും. ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടുതൽ ശ്രദ്ധേയരാകും. ഭാഗ്യക്കുറിയിലും ഭാഗ്യപരീക്ഷണങ്ങളിലും നേട്ടമുണ്ടാകും. കന്നിക്കൂറുകാർക്ക് വരവും ചെലവും പൊരുത്തപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയായിരിക്കും. സാംക്രമിക രോഗങ്ങൾ വലയ്ക്കാൻ ഇടയുണ്ട്. അനാവശ്യ യാത്രകളും ഉണ്ടാകുന്നതാണ്. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ന്യായമായ ആവശ്യങ്ങൾ യാതൊരു തടസ്സവും കൂടാതെ സാധിക്കുവാൻ കഴിയും. മുൻപ് പിണക്കത്തിൽ കഴിഞ്ഞവർ ഇപ്പോൾ ഇണക്കത്തിലാകും. ലോണിനുള്ള അപേക്ഷ പരിഗണിക്കപ്പെടും. ചൂതുകളി, ലോട്ടറി, ഓഹരി പണി ഇവയിൽ നേട്ടം ഉണ്ടാകുന്നതാണ്. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് ആശ്വസിക്കാനാകും. ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കുന്നതാണ്. ബന്ധുകലഹങ്ങൾക്ക് ന്യായമായ പരിഹാരം നിർദ്ദേശിക്കുവാൻ കഴിയും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിനുള്ള അറിയിപ്പ് ലഭിക്കും. വിദേശത്തുള്ളവരുടെ തൊഴിൽ പ്രശ്നങ്ങൾക്ക് ഉചിതമായ പോംവഴി തെളിയുന്നതാണ്. പ്രണയികൾക്ക് അത്ര അനുകൂല വാരമല്ല. അകാരണമായ പിണക്കം ഉണ്ടാകുന്നതാണ്. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യൻ്റെ അനിഷ്ടസ്ഥാനത്തെ സഞ്ചാരം ആലസ്യത്തിന് ഇടയാക്കുന്നതാണ്. പൂർത്തിയാക്കാം എന്ന് കരുതിയ കാര്യങ്ങൾ പകുതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരും. രാഷ്ട്രീയക്കാർക്ക് എതിരാളികളെ ഭയപ്പെടേണ്ട സ്ഥിതി ഉണ്ടാകുന്നതാണ്.
സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും. ധനവരവ് മോശമാകില്ല എങ്കിലും പണമിടപാടുകളിൽ ജാഗ്രത വേണം. ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. അത്യാവശ്യ കാര്യങ്ങൾക്ക് ധനം ഒരു തടസ്സമാകില്ല. വൃശ്ചികക്കൂറുകാർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താൻ കഴിഞ്ഞേക്കും. 4-ാം ഭാവത്തിലെ രാഹു മനക്ലേശത്തിന് കാരണമാകും. 5-ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നതിനാൽ സന്താനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗ്രഹാനുകൂല്യം കുറവുള്ള സമയമാണ്. ലഘുയാത്രകൾ ഉണ്ടാകുന്നതാണ്. ചെലവിന് പല വഴികൾ വന്നേക്കും. ചുമതലകൾ മറ്റുള്ളവരെ ഏൽപ്പിക്കാൻ തയ്യാറാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ആഴ്ച ആദ്യ ദിവസങ്ങളിൽ ഒരു കൃതാർത്ഥത അനുഭവപ്പെടും. ചുമതലകൾ ഭംഗിയായി നിറവേറ്റുവാൻ കഴിയുന്നതാണ്. ധനവിനിയോഗത്തിൽ ഇഷ്ടജനങ്ങളെ പരിഗണിക്കുന്നതാണ്. സാമ്പത്തികമായി ചില ആരോപണങ്ങൾക്ക് വിധേയരാകാൻ സാധ്യതയുണ്ട്. ആഴ്ച അവസാന ദിവസങ്ങളിൽ ഒരു അപകർഷത അനുഭവപ്പെടും. ചിലരോട് കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ്. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മികച്ച അവസരങ്ങൾക്കായി ഉള്ള കാത്തിരിപ്പ് നീണ്ടുപോകും. വിദ്യാർത്ഥികൾ ഇടക്കാല കോഴ്സുകൾ പഠിക്കാൻ ചേരുന്നതാണ്. ബിസിനസ് കാര്യങ്ങളിൽ പകരക്കാരെ നിയോഗിക്കുന്നതാണ്. സംഘടനാ പ്രവർത്തനം പരിമിതപ്പെടുത്താൻ കുടുംബത്തിൽ നിന്നും സമ്മർദ്ദമുണ്ടാകും. അയൽ തർക്കങ്ങൾ രമ്യമായി പരിഹരിക്കും. സർക്കാർ രേഖകൾ ലഭ്യമാകുവാൻ ആവർത്തിച്ച് പരിശ്രമിക്കേണ്ടി വരും. സാമ്പത്തിക ഇടപാടുകളിൽ തെറ്റുപറ്റാൻ സാധ്യത ഉള്ളതിനാൽ കൂടുതൽ കരുതൽ വേണം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ താൽപ്പര്യം കൂടുന്നതാണ്. ചില വാഗ്ദാനങ്ങൾ പാലിക്കാൻ വിഷമിക്കുന്നതാണ്. ആരോഗ്യകാര്യത്തിലും ജാഗ്രത വേണം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനവരവിൽ മങ്ങലുണ്ടാകില്ല. കഴിഞ്ഞ 4 മാസമായി അഷ്ടമഭാവത്തിൽ നിന്നും ചൊവ്വ മാറിയത് ഒട്ടൊക്കെ ആശ്വാസകരമാണ്. എന്നാൽ ഭാഗ്യസ്ഥാനത്തെ ചൊവ്വ കേതു യോഗം ഭാഗ്യാനുഭവങ്ങൾക്ക് മങ്ങലുണ്ടാക്കും. പ്രതീക്ഷിച്ച നേട്ടം കരഗതമാകുവാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. ആത്മീയ കാര്യങ്ങൾക്ക് മുടക്കം സംഭവിക്കാം. വാരം ആദ്യ ദിവസങ്ങൾ ഗുണം കൂടുന്നതാണ്. ധനാഗമം വർദ്ധിക്കുന്നതാണ്. ബന്ധുക്കളുടെ സന്ദർശനത്തിന് സാധ്യതയുണ്ട്. ആഴ്ച അവസാന ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രമായേക്കും. അലച്ചിൽ ഉണ്ടാകുന്നതാണ്. സമയനിഷ്ഠ പാലിക്കാൻ ബുദ്ധിമുട്ടുന്നതാണ്. കായിക അധ്വാനം വേണ്ടിവരും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മമേഖലയിൽ ഊർജ്ജസ്വലത ഉണ്ടാകുന്നതാണ്. നിർദ്ദേശങ്ങൾക്ക് പൊതുപ്രവർത്തകരിൽ നിന്നും സ്വീകാര്യത ലഭിക്കും. ക്രിയാത്മകമായി ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയും. ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കും. ഏജൻസി കമ്മീഷൻ മേഖലയിൽ ആദായം ഉയരും. സന്താനങ്ങളുടെ ജോലികാര്യത്തിൽ ശുഭവാർത്ത കേൾക്കുവാൻ ആകും. വൃദ്ധജനങ്ങളെ സന്ദർശിച്ച് അവർക്ക് സമാശ്വാസം പകരും. ചില ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. അവിചാരിതമായി ചെലവുകളും വന്നു ചേരുന്നതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ധനുക്കൂറുകാർക്ക് സമ്മിശ്രമായ ഫലം ആയിരിക്കും ലഭിക്കുന്നത്. തൊഴിൽ രംഗത്ത് അവഗണിക്കപ്പെടും. കായികാധ്വാനം ക്ലേശിപ്പിക്കുന്നതായിരിക്കും. പല കാര്യങ്ങളിലും അനാവശ്യമായ പിടിവാശി കാണിക്കുന്നതാണ്. കലാകാരന്മാർക്ക് തിളങ്ങാനാകും. സർഗാലമായ കഴിവുകളിൽ ശോഭിക്കുവാൻ കഴിയും. പ്രണയവും ദാമ്പത്യ ജീവിതവും സന്തോഷഭരിതമാകും. സഹായ വാഗ്ദാനങ്ങൾ കൈവശമെത്താൻ കാത്തിരിക്കേണ്ടി വരുന്നതാണ്. മകരക്കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ കൂടുന്നതായിരിക്കും. കർമ്മരംഗത്ത് സമാധാനം പുലരും. കുടുംബജീവിതത്തിൽ അനുരഞ്ജന ശ്രമങ്ങൾ ഫലവത്താകും. അഷ്ടമഭാവത്തിലെ പാപഗ്രഹങ്ങളാൽ ശാരീരിക ക്ലേശം അനുഭവപ്പെടുന്നതാണ്. വൃദ്ധജനങ്ങളുടെ കാര്യത്തിൽ കരുതൽ ഉണ്ടാകണം. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് അംഗീകരിക്കപ്പെടും. കാര്യസാധ്യത്തിന് കാലവിളംബം ഭവിക്കില്ല. മുൻകൂട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള പലതും അനായാസം പൂർത്തിയാക്കും. ബിസിനസ്സുകാർക്ക് വിപണന തന്ത്രങ്ങൾ ഫലം കാണുന്നതാണ്. കിട്ടാക്കടങ്ങൾ ഭാഗികമായി മടക്കി ലഭിക്കും. വീടിന് ചില മിനുക്കുമണികൾ വേണ്ടിവരും.
സുഹൃത്ത് സമാഗമങ്ങൾ സന്തോഷം പകരുന്നതാകും. പല കാര്യങ്ങളിലും ബന്ധുജനങ്ങൾ സഹകരിക്കും. ചൊവ്വായും കേതുവും അഷ്ടമഭാവത്തിലായതിനാൽ എല്ലാ കാര്യങ്ങളിലും ജാഗ്രത വേണം. അലച്ചിലിനും സാധ്യതയുണ്ട്. ആഴ്ച അവസാന ദിവസങ്ങൾ കൂടുതൽ മെച്ചമുള്ളതായിരിക്കും. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് പല കാര്യങ്ങളിലും കൂടുതൽ പ്രയത്നിക്കേണ്ടി വരുന്നതാണ്. ലക്ഷ്യപ്രാപ്തിക്ക് കൂടുതൽ അധ്വാനിക്കേണ്ടി വരും. അപേക്ഷകളും നിവേദനങ്ങളും പതിക്കുന്നത് ബധിരകർണങ്ങളിൽ ആയിരിക്കും. ഉന്മേഷക്കുറവ് അനുഭവപ്പെടും. അകാരണമായ ദേഷ്യത്തിനും സാധ്യതയുണ്ട്. ദാമ്പത്യ ജീവിതത്തിലും പ്രണയത്തിലും സൗഖ്യം ഉണ്ടാകുന്നതാണ്. കുംഭക്കൂറുകാർക്ക് പ്രണയത്തിൽ നിരാശ അനുഭവപ്പെടുന്നതാണ്. കുടുംബജീവിതത്തിൽ അനൈക്യം പ്രകടമാകും. മേലധികാരികൾ തൃപ്തിപ്പെടും വിധം പ്രവർത്തിക്കുവാൻ കഴിയും. പൊതുവെ ധനസ്ഥിതി ഉയരുന്നതായിരിക്കും. പണയ വസ്തുക്കളുടെ തിരിച്ചടവ് സാധ്യമാകും. വിദ്യാർത്ഥികളുടെ ഉപരിപഠന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുന്നതാണ്. ചതയ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിത യാഥാർത്ഥ്യങ്ങളോട് എളുപ്പം പൊരുത്തപ്പെടാൻ കഴിഞ്ഞേക്കില്ല. മനസ്സ് സങ്കല്പ ലോകത്തായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് ജോലിഭാരം വർദ്ധിക്കും. എന്നാൽ സംതൃപ്തി കുറയുന്നതാണ്. പ്രണയികൾക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകും. ബിസിനസ്സുകാർക്ക് ധനലാഭം ഉണ്ടാകും. വായ്പകളുടെ തിരിച്ചടവ് മുടങ്ങാതിരിക്കാൻ ക്ലേശിച്ചേക്കും. സന്താനങ്ങളുടെ ഉന്നത പഠനം സംബന്ധിച്ചുള്ള അറിയിപ്പ് ലഭിക്കും. ഗവേഷകർക്ക് പ്രബന്ധരചനയിൽ പുരോഗതി ദൃശ്യമാകുന്നതാണ്. വിരുന്നുകളിലും സൽക്കാരങ്ങളിലും പങ്കെടുക്കുന്നതാണ്. ശാരീരിക ക്ലേശത്തിനും സാധ്യതയുണ്ട്. പൂരുരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പലതും ആലോചിച്ച് കൂട്ടും. അനാവശ്യമായ ആദി ഒഴിവാക്കുന്നതാകും ഉചിതം. ആത്മവിശ്വാസം കുറയാൻ ഇടയുണ്ട്. കർമ്മകുശലത വേണ്ടത്ര ഉണ്ടാവില്ല. കൂടുതൽ പ്രവർത്തിക്കും എങ്കിലും അതനുസരിച്ച് ഫലം ലഭിക്കണം എന്നില്ല. വാഹനത്തിന് അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. സ്വയം വിമർശിക്കുകയും അതിൽ ആനന്ദിക്കുകയും ചെയ്യും. ദാമ്പത്യത്തിൽ സൗര്യം കുറയുന്നതാണ്. മീനക്കൂറുകാർക്ക് ശത്രുക്കളെ പരാജയപ്പെടുത്താനാകും. ധനപരമായി തിരക്കേടില്ലാത്ത കാലമാണ്. ജീവകാരുണ്യ പ്രവർത്തനത്തിന് സമയം കണ്ടെത്തും. പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജീവിതം കൂടുതൽ ചലനാത്മകമാകുവാൻ ആഗ്രഹിക്കും. എന്നാൽ ഉദ്ദേശിച്ച ഗതിവേഗം കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല. ചൊവ്വായും കേതുവും 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകും. ബിസിനസ് മോശമല്ലാത്ത നിലയിൽ മെച്ചപ്പെടുന്നതാണ്. എന്നാൽ കൂടുതൽ ധനം നിക്ഷേപിക്കുന്നത് ഇപ്പോൾ ഉചിതമല്ല. രോഗത്താൽ ക്ലേശിക്കുന്നവർക്ക് അല്പം ശമനം അനുഭവപ്പെടും. കൈവായ്പകൾ മടക്കി കിട്ടും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കൃത്യമായി തീരുമാനം കൈക്കൊള്ളുവാൻ കഴിയും. ബന്ധുക്കളിൽ നിന്നും പ്രതീക്ഷിച്ച പിന്തുണ ലഭിക്കുന്നതാണ്. ഭൂമി വിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങുന്നതാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ബുധൻ സ്വക്ഷേത്രത്തിൽ വ്യാഴവുമായി യോഗം ചെയ്യുന്നതിനാൽ സൂര്യവും സമാധാനവും അനുഭവിക്കുവാൻ കഴിയും. രാഹുവും ശനിയും വിപരീത ഭാവങ്ങളിൽ ആണെങ്കിൽ കൂടിയും കാര്യതടസ്സങ്ങൾ വഴിമാറിപ്പോകും. നിക്ഷേപങ്ങളിൽ നിന്നും കൂടുതൽ ആദായം ലഭിക്കും. സുഹൃത്തുക്കളുടെ ഉപദേശം ഗുണം ചെയ്യുന്നതായിരിക്കും. ഉദ്യോഗസ്ഥർക്ക് തസ്തികമാറ്റം സാധ്യമായേക്കും. കർമ്മരംഗത്ത് ഉത്സാഹമുണ്ടാകും. ശുക്രൻ്റെ അനുകൂലത മൂലം കലാകാരന്മാർക്ക് ശോഭിക്കുവാൻ കഴിയും. ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യുക.